ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് ഒരു റൈസ് വട എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ അരക്കപ്പ് ചോറ് നന്നായിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് 2 ടീസ്പൂണാണേ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്തു. പിന്നെ ഗ്രീൻ ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിടണം. അതുപോലെ ക്രഷ്ഡ് ചില്ലി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്. അതുപോലെ ജിഞ്ചർ ഒരു സ്മാൾ പീസ് തീരെ പൊടിയായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ കോൺഫ്ലോർ ഒരു 2 സ്പൂൺ ഇട്ടോളൂ, എങ്കിലേ അത് നല്ല ക്രിപ്സി ആവുകയുള്ളൂ. അത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം 2 സ്പൂൺ എള്ള് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മളിത് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായോ എന്ന് നോക്കുകയാണ്. എണ്ണ ചൂടായിട്ടില്ല, ഞാനതങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അറിയാമല്ലോ, നന്നായിട്ട് എണ്ണ ചൂടാകണമെങ്കിൽ എണ്ണ ചൂടായി എന്നറിയുന്നത് നമ്മൾ ഒരു ലേശം മാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് മുകളിലേക്ക് ചാടി വരണം. പക്ഷേ ഇത് അങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ട് ഇത്തിരിയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോ വടയും ഞാൻ എല്ലാം ആ വട നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലാക്കിയിട്ട് ഒന്ന് കനം തീരെ കുറച്ചിട്ടിടണം. കനം തീരെ കുറച്ചിട്ട് നമ്മൾ ഇടാവുന്നുണ്ടെങ്കിൽ നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇവിടെ ആണെങ്കിൽ എൻ്റെ മോനാണെങ്കിൽ ചോറ് കഴിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചപ്പാത്തി കിട്ടിയാൽ അത് ഭയങ്കര സന്തോഷമാണ് അവന്. പക്ഷെ ചോറ് കഴിക്കുകയില്ല. അവന് ഈ ബിരിയാണി റൈസ് കൊണ്ട് വെക്കുകയാണെങ്കിൽ കഴിക്കും, അതിഷ്ടമാണ്. അല്ലാതുള്ള ചോറ് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങ് ചെല്ലും. നമ്മൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അത് ഈ ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ എരിവ് കുറച്ച്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതാക്കുമ്പോൾ എന്ത് ചെയ്യണം, എരിവ് കുറച്ചിട്ട് കഴിക്കണം. അവർക്ക് മധുരമൊക്കെ അല്ലേ ഇഷ്ടം. അപ്പം ഇതിന് പകരം ആ എരിവിന് പകരം മധുരം ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ. ഞാനിപ്പം എരിവ് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്, എള്ളുമൊക്കെ ചേർത്തല്ലേ. നല്ല സൂപ്പറായിട്ട് നമുക്കിപ്പോൾ തയ്യാറാക്കിയെടുക്കാം. കയ്യിലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേ നന്നായിട്ടങ്ങ് റൗണ്ട് ഷേപ്പ് ആയിക്കോളും. അപ്പോൾ അങ്ങോട്ട് ഇടുമ്പോൾ ഒരു ഷേപ്പ് കാണത്തില്ല കാണാൻ. അത് ഇനി നമ്മളത് എല്ലാം കുക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. എണ്ണയൊക്കെ എടുക്കുന്നത് സൂക്ഷിച്ച് വേണം. ഇപ്പം എൻ്റെ കൈയെല്ലാം അടയാളമായിട്ടുണ്ട്, ഓരോന്ന് തെറിച്ച് വീണിട്ട് ഒക്കെ കയ്യിലെല്ലാം എണ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ ചില്ലി ചിക്കൻ തയ്യാറാക്കിയില്ലേ, അപ്പോൾ കുറേ ചിക്കൻ പീസൊക്കെ തെറിച്ച് വീണിട്ട് എൻ്റെ കൈയൊക്കെ പൊള്ളി, കാലിലും കയ്യിലും എല്ലാം വീണിട്ട് പൊള്ളി. അങ്ങനെയൊക്കെ ഇതെല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞെടുക്കാം. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലോഗിൻ ചോദിക്കുന്നുവെന്ന് മിക്ക കൂട്ടുകാരും വന്നിട്ട് പറയുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന വീഡിയോയിൽ ആ വീഡിയോ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ അതിന് മുകളിലായിട്ടൊരു വൈറ്റ് കളറിൽ നമ്മുടെ ചാനലിൻ്റെ പേരും ഞാൻ ഇട്ടേക്കുന്ന വീഡിയോയുടെ പേരും എല്ലാം ഇങ്ങനെ എഴുതി കാണിക്കും. അതിൻ്റെ ലാസ്റ്റ് ഒരു 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ യൂട്യൂബ് എന്നുള്ളൊരു ഇത് ഓപ്പണായി വരും. അപ്പോൾ അതിൽ ടച്ച് ചെയ്താൽ എൻ്റെ ചാനലിലെത്തുകയും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയും സാധിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കതൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എൻ്റെ കൂടുതൽ ഫ്രണ്ട്സിനും വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, അവർക്ക് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എന്നാണ് പരാതി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെ പറഞ്ഞത്. എല്ലാവരും ഇത് കേട്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഒരു സൈഡെല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡിൽ വെച്ചേക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ധൃതിയിൽ ഇങ്ങനെ തിരിച്ചിടുന്നതൊക്കെ കാണുന്നത് കേട്ടോ.
കാരണം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് കൂടുതൽ സമയം കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ നമ്മൾ സ്പീഡിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അധികം 10 മിനിറ്റിന് താഴെയായിട്ട് കാണാം. നമ്മളിത് കുറേ സമയം എടുത്തല്ലേ കുക്ക് ചെയ്യുന്നത്. എല്ലാം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ആ എള്ള് ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ. ചില കുട്ടികൾക്ക് എള്ള് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പലഹാരങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനകത്തൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കണം. അന്നേരം അവരറിയില്ല, അവരങ്ങ് കഴിച്ചോളൂ. അന്നേരം ഇവിടെ ദൈവം കഴിക്കില്ല, എൻ്റെ മോൻ കഴിക്കില്ല, എള്ളൊന്നും കഴിക്കില്ല. അവനിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അവൻ്റെ ഉള്ളിൽ ഇതൊക്കെ എത്തിക്കാൻ നിൽക്കും. കുഞ്ഞൊന്നും അല്ല കേട്ടോ, വലിയ ചെറുക്കനാണ്. അവനിഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ അവനങ്ങനെ കഴിക്കൂ. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അങ്ങ് അതൊക്കെ ഇഷ്ടമാണ്. എല്ലാം മൂത്ത് വരട്ടെ, തിരിച്ച് മറിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണം, എങ്കിലേ നന്നായിട്ട് പൊരി. ചോറല്ലേ, അതിപ്പം നമ്മളല്ലാതെ ഒന്നും അല്ലല്ലോ, റൈസ് പൗഡറൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, ചോറും കോൺഫ്ലവറും ഉള്ളു. ഇനി അതെല്ലാം നമുക്ക് പിറക്കിയെടുക്കാം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് നല്ല ക്രിപ്സി ആയിക്കോളും. ഇത്തിരി നേരം ഒന്നിരുന്ന് അതിൻ്റെ ചൂട് മാറണം. ചൂട് മാറി കഴിയുമ്പോഴത്തേക്ക് നല്ല കിടിലനായിട്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. നമുക്കിതെല്ലാം പിറക്കിയെടുക്കാം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക്സ് അഗെയിൻ. ബാക്കി നമുക്ക് പിന്നീട് ചുട്ടെടുക്കാം. നോക്കൂ, മനോഹരമായിട്ടുണ്ട്. അത് ഹെൽത്തിയുമാണ്, കാരണം അതിനകത്ത് എള്ള് ശരിക്കും നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ല ക്രിപ്സി ആയിട്ട് തന്നെ മുറിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മുറിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോയുമായി